കേരളത്തിൽ നിന്നും കർണാടകയിലേക്കാണ് വില്ലേജ് ഫാർമറിന്റെ ഇന്നത്തെ യാത്ര. മാനന്തവാടിയിൽ നിന്നും ആരംഭിച്ച ഞങ്ങളുടെ യാത്ര കാട്ടിക്കുളത്തു നിന്നും ഇടത്തേക്ക് തിരിഞ്ഞ് കുട്ടയിലെത്തി. ശേഷം കോട്ടയിൽ നിന്നും വലത്തേക്കുള്ള റോഡ് വഴി നാഗർഹോൾ ടൈഗർ റിസർവ് പാർക്കിലും എത്തി. ഈ റിസർവ് വനത്തിൽ കയറുമ്പോൾ പാലിക്കേണ്ട ചില മര്യാദകളുടെ സൂചനാ ബോർഡുകളായിരുന്നു ആരംഭത്തിൽ ഞങ്ങൾക്ക് കാണുവാൻ സാധിച്ചത്. യാത്രക്കാർക്ക് ചെറിയൊരു വെല്ലുവിളി ഉയർത്തുന്ന തരത്തിലുള്ള പുരാതന യൂറോപ്യൻ മാതൃകയിലുള്ള റോഡുകളായിരുന്നു ആരംഭത്തിൽ ഉണ്ടായിരുന്നത്. എങ്കിലും അധികം വൈകാതെ തന്നെ റോഡിന്റെ രീതി വളരെ മികച്ചതായി മാറുന്നത് ഞങ്ങൾക്ക് കാണുവാൻ സാധിച്ചു. ഏകദേശം 32 കിലോമീറ്ററോളമാണ് ഇന്ന് ഞങ്ങൾ യാത്ര ചെയ്യുന്ന റോഡിന്റെ ദൂരം. വന്യജീവികളെ ഒന്നും കാണുന്നില്ലല്ലോ എന്ന് എന്റെ സഹയാത്രികൻ ചോദിച്ചതിന് തൊട്ടു പിന്നാലെ റോഡിനരികിൽ 2 കുരങ്ങുകൾ ഇരുന്ന് സല്ലപിക്കുന്നത് ഞങ്ങൾക്ക് കാണുവാൻ സാധിച്ചു. അമിത വേഗത്തിൽ പോകുന്ന വാഹനങ്ങൾ വന്യമൃഗങ്ങൾക്ക് ഒരു ശല്യമാകുന്നതിനാലാണ് ഇത്തരത്തിൽ ഹമ്പുകൾ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത്. ഈ വനത്തിൽ എങ്ങും കാണുവാൻ സാധ്യതയുള്ള പുള്ളിമാനുകളാണ് ഞങ്ങൾക്ക് മുൻപേ റോഡ് മുറിച്ച് കടക്കുന്നത്. ഒരുപക്ഷെ ഇന്ന് ജീവിച്ചിരിക്കുന്ന മനുഷ്യരെക്കാളും പ്രായം കൂടുതൽ കാണും ഈ വീണ് ഉണങ്ങിക്കിടക്കുന്ന മരങ്ങൾക്ക്. വനത്തിലേക്ക് കയറുന്നതിന് മുൻപായി 20 രൂപയുടെ ഒരു ടോക്കൺ എടുക്കേണ്ടതുണ്ട്. അധികം ദൂരത്തല്ലാതെ തന്നെ 2 വാഹനങ്ങൾ നിരനിരയായി വരുന്നത് ഞങ്ങൾക്ക് കാണുവാൻ സാധിച്ചു. അന്യ സംസ്ഥാനക്കാരായ ആ വാഹനത്തിന്റെ ഉടമകൾ ഞങ്ങളുടെ വാഹനത്തിന് സൈഡ് തരുമോ എന്നുള്ള ആശങ്ക ഞങ്ങളുടെ ഡ്രൈവർ പ്രകടിപ്പിക്കുന്നുണ്ടായിരുന്നു. ഈട്ടിയും തേക്കും ഉൾപ്പെടെ അത്ഭുതകരമായ ജലസംഭരണ ശേഷി ഉള്ള ചില മരങ്ങളും ഇവയ്ക്കിടയിൽ ഉണ്ട്. ഇന്നത്തെ ഞങ്ങളുടെ യാത്രയിൽ വഴിയിലുടനീളം പുള്ളിമാനുകളെ കാണുവാനിടയായി. വനത്തിനുള്ളിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ വാഹനം നിർത്തുവാനോ മദ്യപിക്കുവാനോ മൃഗങ്ങൾക്ക് ഭക്ഷണം നൽകുവാനോ ഉയർന്ന ശബ്ദത്തിൽ ഹോൺ മുഴക്കുവാനോ പാടുള്ളതല്ല. യാത്രയുടെ വിസ്മയം കൊണ്ടുവാൻ ഒരു കൂട്ടം കാട്ടുപോത്തുകളെയും ഞങ്ങൾ കാണുവാനിടയായി. കാട്ടുപോത്ത് എന്ന് വിളിപ്പേരുണ്ടെങ്കിലും പശുവർഗത്തിലെ ഏറ്റവും വലിയ ഒരു ജീവിയാണ് വൈൽഡ് ഗൂർ എന്നറിയപ്പെടുന്ന കാട്ടി. വാഹനം മുന്നോട്ടു പോകുന്തോറും വനത്തിലെ കാലാവസ്ഥ പലയിടങ്ങളിലും വ്യത്യസ്തമാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചു. സ്ഥിരമായി വാഹനങ്ങളെ കാണുന്നത് കൊണ്ടാവാം ഇത്തരത്തിൽ ധൈര്യത്തോടെ ഈ മാനുകൾ ഇങ്ങനെ നിൽക്കുന്നതെന്ന് ഞങ്ങളുടെ സഹയാത്രികരിൽ ഒരാൾ അഭിപ്രായപ്പെടുന്നുണ്ടായിരുന്നു. മാനുകളുടെ ഭംഗി ആസ്വദിച്ച് അല്പനേരം അവിടെ നിൽക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നു. എങ്കിലും 1 മണിക്കൂർ നേരത്തേക്ക് മാത്രമാണ് ഈ വനത്തിനുള്ളിലെ യാത്രാ അനുമതി ഉള്ളത്. ഞങ്ങളുടെ വാഹനത്തെ ഭയന്ന് മലയണ്ണാനോട് സാദൃശ്യമുള്ള ഒരു ജീവി റോഡിൽ നിന്നും കാടിലേക്ക് ഓടിമറിയുന്നുണ്ടായിരുന്നു. അപ്രതീക്ഷിതമായി വന്യമൃഗങ്ങൾ വാഹനത്തിന് പുറകാലെ ചാടിയാലുണ്ടാകുന്ന അപകടത്തിന്റെ സാധ്യത കണക്കിലെടുത്താണ് വനപാലകർ കൃത്യമായ ഇടവേളകളിൽ
റോഡിനോട് ചേർന്നിരിക്കുന്ന വനഭാഗം വെട്ടിത്തെളിച്ചിരിക്കുന്നത്. വളരെ യാദൃശ്ചികമായി മരത്തിനോട് സാദൃശ്യമുള്ള രൂപത്തിൽ ഒരു മൂങ്ങയെ ഞങ്ങൾക്ക് മരത്തിൽ കാണുവാനിടയായി. ഉൾക്കാടുകളിൽ കാണപ്പെടുന്ന ഇരവടിയന്മാരിൽ നിന്നും രക്ഷപ്പെടുവാനായിരിക്കാം ഇത്തരത്തിൽ മാനുകൾ കൂട്ടമായി റോഡരികിൽ വന്ന് നിൽക്കുന്നത്. വ്യത്യസ്തരങ്ങളായ ഒരുപാട് കാഴ്ചകൾ ഈ വനത്തിൽ കാണുവാൻ സാധിക്കുമെങ്കിൽ പോലും 1 മണിക്കൂർ ദൈർഘ്യം കൊണ്ട് മറുവശത്ത് എത്തിയില്ല എങ്കിൽ 1000 രൂപയ്ക്ക് മുകളിലാണ് വനപാലകർ പിഴ ഈടാക്കുക. കർണാടകയിലെ കുടക് ജില്ലയിലും മൈസൂർ ജില്ലയിലുമായി സ്ഥിതി ചെയ്യുന്ന ഒരു ദേശീയോദ്യാനമാണ് നാഗർഹോൾ ടൈഗർ റിസർവ് പാർക്ക്. ഏകദേശം 6000 ചതുരശ്ര കിലോമീറ്ററോളമാണ് ഈ ദേശീയോദ്യാനത്തിന്റെ വിസ്തൃതി. ഒരു കാലത്ത് മൈസൂർ രാജ്യത്തിന്റെ മുൻ ഭരണാധികാരികളായ വോഡയാർ രാജവംശത്തിലെ രാജാക്കന്മാരുടെ ഒരു പ്രത്യേക വേട്ടയാടൽ സംരക്ഷണ കേന്ദ്രമായിരുന്നു ഈ പാർക്ക്. 2003 ഇന്ത്യയിലെ 37ാമത് കടുവ സംരക്ഷണ കേന്ദ്രമായി ഈ ഉദ്യാനം പ്രഖ്യാപിക്കപ്പെട്ടു. ഒരു കാലത്ത് സഞ്ചാരികൾക്കായി നിർമ്മിച്ചതാവാം ഈ കെട്ടിടങ്ങൾ. എങ്കിലും ഈ കെട്ടിടങ്ങൾ നിലവിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ ആണ്. ഈ അവസ്ഥയിൽ മനുഷ്യർക്ക് വാസയോഗ്യമല്ലാത്ത നിലയിൽ നിലകൊള്ളുന്ന ഈ കെട്ടിടങ്ങളിൽ പലതിലും ഇഴജന്തുക്കൾ ഉൾപ്പെടെയുള്ള പല ജീവികളെയും കാണുവാൻ സാധിക്കും. പണ്ടുകാലങ്ങളിലുള്ള ഓടുമേഞ്ഞ വീടുകളുടെ മാതൃകയിലാണ് ഇവ നിർമ്മിച്ചിരിക്കുന്നത്. എങ്കിലും മനുഷ്യരെ ആക്രമിക്കുവാൻ സാധ്യതയുള്ള വന്യജീവികളായ ആനകളുടെയും കടുവകളുടെയും നിത്യസാന്നിധ്യമാവാം ഇപ്പോൾ ഈ കെട്ടിടങ്ങളിൽ മനുഷ്യാവാസം ഇല്ലാതാക്കിയത്. ഉടമയില്ലാതെ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ 2 ആനപ്പിണ്ടങ്ങളും ഞങ്ങൾക്ക് റോട്ടിൽ കാണുവാനിടയായി. ആനകളുടെ നിത്യസാന്നിധ്യമുള്ള മേഖലകളിലൂടെയാണ് ഞങ്ങളിപ്പോൾ യാത്ര ചെയ്യുന്നത്. അധികം വൈകാതെ തന്നെ നേരത്തെ കണ്ട ആനപ്പിണ്ടത്തിന്റെ ഉടമകളെന്ന് തോന്നിക്കുന്ന വിധത്തിൽ 2 ആനകളെയും ഞങ്ങൾക്ക് കാണുവാൻ സാധിച്ചു. ഒരു നിമിഷ നേരത്തേക്ക് കാണുവാനിടയായ ഈ പാറക്കൂട്ടങ്ങളുടെ സമീപത്താണ് സ്ഥിരമായി കടുവയുടെ സാന്നിധ്യം ഉള്ളത് എന്ന് ഞങ്ങളുടെ സഹയാത്രികരിൽ ഒരാൾ അഭിപ്രായപ്പെട്ടു. യാത്രക്കാർ താമസിക്കാറുള്ള ഫോറസ്റ്റ് ബംഗ്ലാവിലേക്കുള്ള റോഡും ഞങ്ങൾക്ക് കാണുവാൻ സാധിച്ചു. വനത്തിനുള്ളിൽ അപ്രതീക്ഷിതമായി കണ്ടുമുട്ടിയ അനേക മൃഗങ്ങളോടുള്ള നന്ദി അർപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ യാത്ര തുടരുന്നു.